വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് ഒരു നാടിനെ കൈപിടിച്ചുയർത്തിയ മഹത്തായ വിദ്യാലയം. അറിവിൻ്റെ അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് ചിറകുകൾ നൽകിയ അറിവിൻ്റെ അക്ഷരമുറ്റം സെൻറ് തോമസ് ഹൈസ്കൂൾ പാല. കലാകായിക രംഗത്തും ഏറെ മുന്നിട്ട് നിൽക്കുന്ന സെൻറ് തോമസ് സ്കൂളിൻ്റെ വാർഷിക മഹോത്സവം ഇന്ന് ജനുവരി 27 കൃത്യം 5 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുന്നു. എൻ്റെ വിദ്യാലയം എന്ന ആശയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു ചൈനീസ് പഴമൊഴിയാണ് ഓർക്കുന്നത്. 1 വർഷമാണ് നിങ്ങൾ ഒരിടത്ത് താമസിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ധാന്യം വിതയ്ക്കുക. 10 വർഷമാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നതെങ്കിൽ വൃക്ഷത്തൈകൾ നടുക. 100 വർഷമാണെങ്കിൽ നിങ്ങൾ ഒരു സ്കൂൾ സ്ഥാപിക്കുക. നല്ല സംസ്കാരവും അറിവും പകർന്നു നൽകുവാൻ വിദ്യാലയങ്ങൾക്ക് കഴിയും. ഗാന്ധിജി പറഞ്ഞു, ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസം മനുഷ്യരിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ്. ജീവിത വിജയം കൈവരിക്കുവാൻ ഇന്ന് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല കഴിവുകളും ശീലങ്ങളും വളർത്തിയെടുക്കുവാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്ന അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറോട് പറഞ്ഞു, നിന്റെ വിദ്യാഭ്യാസ കാലത്ത് നീ അടിമയെപ്പോലെ കഴിഞ്ഞാൽ ശിഷ്ടകാലം നീ യജമാനെപ്പോലെ കഴിയും. മറിച്ച് വിദ്യാഭ്യാസ കാലത്ത് നീ സ്വാതന്ത്ര്യമുള്ളവനും യജമാനുമാകണമെങ്കിൽ ശിഷ്ടകാലം നീ അടിമ തന്നെ. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, രക്ഷിതാക്കൾ, പ്രിയമുള്ള ഫാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഒരുപിടി നല്ല ഓർമ്മകൾ ബാക്കിയാക്കി 1 വർഷം കൂടി കടന്നു പോയിരിക്കുകയാണ്. വിജയകരമായി പൂർത്തിയാക്കിയ ഈ വർഷം ആഘോഷിക്കുന്നതിനായി നമ്മളിവിടെ ചേരുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥാപകരെയും എല്ലാ അധ്യാപകരെയും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാ അഭ്യുതകാംക്ഷികളെയും ഈ ധന്യമുഹൂർത്തത്തിൽ പൂർണ്ണഹൃദയത്തോടെ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ 55ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ സെൻറ് തോമസ് സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ ആരംഭിക്കുന്നതിനോ മുമ്പായി സർവശക്തനായ ദൈവത്തെ ഓർക്കുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹവും ദൈവസാന്നിധ്യവും തേടി നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി സെൻറ് തോമസ് സ്കൂളിലെ ഗായിക സംഘത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൊയർ ഗ്രൂപ്പിലെ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ മഹനീയ മുഹൂർത്തത്തിൽ വിശിഷ്ടാതിഥികൾക്കും മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ സ്കൂളിലെ ആരാധനായ പ്രിൻസിപ്പൽ ഫാദർ തോമസ് കയ്യാലക്കലച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹനിർഭരമായ നന്ദി പ്രസംഗത്തിന് ഒത്തിരി നന്ദി ഫാദർ. താങ്ക് യു. ഈ ധന്യമുഹൂർത്തം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ മുഖ്യ അതിഥിയെ ശ്രീ സാമുവൽ സി വർഗീസ് IAS
ഡിസ്ട്രിക്ട് കളക്ടർ കോട്ടയം ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കുചേരുന്നതിനായി മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി അധ്യക്ഷപ്രസംഗമാണ്. അധ്യക്ഷപ്രസംഗത്തിനായി മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ വിജയകൃഷ്ണൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ്. ഈ വലിയ സദസ്സിന് പ്രചോദനവും അതിലേറെ ആത്മവിശ്വാസവും നൽകിയ അങ്ങയുടെ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അടുത്തതായി വാർഷിക റിപ്പോർട്ടാണ്. 2023-24 സെൻറ് തോമസ് സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ തോമസ് കയ്യാലയ്ക്കകം അച്ഛനെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടർ ശ്രീ സാമുവൽ സി വർഗീസ് IAS ഡിസ്ട്രിക്ട് കളക്ടർ കോട്ടയം സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനകരവും പ്രചോദനവുമായ അങ്ങയുടെ സരസമായ വാക്കുകൾക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സ്പോർട്സ് ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരുന്നു. അത് തീർച്ചയായും അർപ്പണബോധത്തിൻ്റെയും ക്ഷമയുടെയും മൂല്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തോൽവികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്പോർട്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ സമയക്രമം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും കായിക രംഗത്തുണ്ട്. അടുത്തതായി സമ്മാനദാന വിതരണമാണ്. കഴിഞ്ഞ വർഷം 2023-24 വർഷത്തെ കായിക കലാമത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നൽകുകയാണ്. സമ്മാനദാനം നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ഫാദർ. അതോടൊപ്പം എല്ലാ വിജയികൾക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഈ യോഗത്തിൽ ആശംസ അറിയിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മധുസൂദൻ സാറാണ്. പ്രത്യേകിച്ച് സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് തൻ്റെ സ്കൂൾ ജീവിതം എത്രത്തോളം ക്രിയാത്മകമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇന്നുള്ള പദവിയും ജീവിതവും. ഒപ്പം ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിനും വ്യക്തികൾക്കും സംഭവിച്ചിട്ടുണ്ട്. ആ വ്യത്യാസം സമൂഹത്തെ അല്ലെങ്കിൽ വ്യക്തികളെ എത്രയധികം ബാധിക്കുന്നു എന്ന് പറയുവാൻ തീർച്ചയായിട്ടും സർവ്വതാ യോഗ്യരാണ് ശ്രീ മധുസൂദൻ സാർ. അദ്ദേഹത്തിൻ്റെ ആശംസ വാചകങ്ങളിലേക്ക്. ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതാനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പകർന്നു നൽകിയ മധുസൂദൻ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു സാർ. അടുത്തതായി നന്ദിയുടെ ഒരു വാക്ക്. നന്ദി അറിയിക്കുന്നതിനായി നമുക്കേവർക്കും പ്രിയപ്പെട്ട ജെയിംസ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ്. പാലാ സെൻറ് തോമസ് സ്കൂളിൻ്റെ
വാർഷികാഘോഷം വമ്പിച്ച വിജയമാക്കി തീർത്ത എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.